CMR-നെതിരെ ഗുരുതര ആരോപണവുമായി SFIO. ഭീകര സംഘടനകളെ അനുകൂലിക്കുന്നവർക്ക് CMR-ൽ പണം നൽകിയതായി സംശയിക്കുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുവെന്നും ഡൽഹി ഹൈക്കോടതിയെ SFIO അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, എന്തെല്ലാമാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്? വിവരങ്ങൾ. സംഗീത, രണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് SFIO ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് വെച്ചാൽ CMR തുക സംഭാവന നൽകുന്നത് ഭീകര പ്രവർത്തനമുള്ള സംഘടനകൾക്ക് പോലും തുക സംഭാവന നൽകി. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. ഈ കേന്ദ്രം ഇത് അന്വേഷിക്കും. ഈ അന്വേഷണത്തിന്റെ ഫലത്തിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള സത്യവാങ്കളിലുള്ള മുന്നോട്ട് എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് SFIO തീരുമാനിക്കും എന്നും ഡൽഹി ഹൈക്കോടതി കൊടുത്ത സത്യവാങ്ങിൽ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ചില രാഷ്ട്രീയ നേതാക്കൾക്ക് കൈക്കൂലി നൽകാൻ വേണ്ടിയാണ് എക്സോളജിക് പണം നൽകിയത് എന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. സത്യവാങ്ങിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എക്സോളജിക്കിനെ പണം നൽകിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് നൽകിയ കൈക്കൂലി എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയ നേതാവിന്റെ പേര് സത്യവാങ്ങിൽ പരാമർശിച്ചിട്ടില്ല. ഇതും തുടർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും സത്യവാങ്ങിൽ പറയുന്നു. ഈ രണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്നത്തെ സത്യവാങ്ങിൽ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്ങിൽ ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് തുടരന്വേഷണം വേണമെന്നും SFIO വ്യക്തമാക്കുന്നുണ്ട്. സംഗീത. ശരി ശരത്ത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് VS അനുവും ചേരുന്നുണ്ട്. അനു, എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എത്തരത്തിലാണ് കാര്യങ്ങൾ? സംഗീത, CMR-ലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ തുടക്കം അത് ഇന്റർം ആദായ നികുതി വകുപ്പിന്റെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് CMR-ലുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വിധിയാണ്. ആ വിധിക്ക് ശേഷമാണ് അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഈ തരത്തിൽ മാസപ്പടി നൽകി എന്നുള്ളൊരു വാർത്ത ഒരു പ്രമുഖ ദിനപത്രത്തിൽ വരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ SFIO അന്വേഷണം വരെ എത്തി നിൽക്കുന്ന മാസപ്പടി വിവാദത്തിന്റെ തുടക്കം. ഇതിൽ ഏകദേശം 1.72 കോടി രൂപ മാസപ്പടിയായി അത് ചെയ്യാത്ത സേവനത്തിന് നൽകിയെന്നും അതുകൂടാതെ ഈ CMR-ന്റെ ഉടമ ശശിധരൻ കർത്തയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അംഗമായ മറ്റൊരു ഇവരുടെ CMR സ്ഥാപനത്തിൽ നിന്നും ഏകദേശം 78 ലക്ഷം രൂപ വായ്പ വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് വലിയ വിവാദം ഉണ്ടാക്കി. മാത്രമല്ല, ഈ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളിൽ പലതിൽ നിന്നും ഈ PV, RC എന്നിങ്ങനെ പല പേരുകൾ, ചുരുക്കപ്പേരുകൾ എഴുതി അവർക്കൊക്കെ പണം നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, ബാംഗ്ലൂരിലെ ഈ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ബാംഗ്ലൂരു ROC-കളുടെ അന്വേഷണ റിപ്പോർട്ടും വീണ വിജയനെതിരായി വന്നു. ഇതിനിടെയാണ് വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ഈ 2024 ജനുവരി 31-നാണ് SFIO അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. SFIO അന്വേഷണം 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്നുള്ള ഒരു ആദ്യഘട്ടത്തിൽ അങ്ങനെ വന്നുവെങ്കിലും അന്വേഷണം നീളുകയായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടെയാണ് വീണയെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് വീണയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനു മുമ്പ് ശശിധരൻ കർത്ത, CMR-ലെ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വീണ ഏതെങ്കിലും തരത്തിൽ ഈ സേവനം നൽകിയതായി അറിയില്ല എന്ന് CMR-ലെ ജീവനക്കാർ മൊഴി നൽകി എന്നുള്ള വലിയ വാർത്തയും ഇതിനിടെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ CMR നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ CMR-നെതിരെ SFIO നൽകിയിരിക്കുന്ന ഈ ആരോപണം അല്ലെങ്കിൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഗുരുതരമാണ്. പ്രത്യേകിച്ച് ഈ തീവ്രവാദ സ്ഥാപനം അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾക്കൊക്കെ സഹായിച്ചു എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു. പക്ഷേ ഇതിനൊക്കെ എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ ഈ വരും ദിവസങ്ങളിൽ ഈ കൂടുതൽ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പുറത്തു വരും. പക്ഷേ നമുക്കറിയാം, ഈ CMR-ൽ അങ്ങനെ കൊടുക്കുമ്പോൾ CMR-ലുമായി ഒരു നിമിഷം, ഇപ്പോൾ മാത്യു കുഴൽനാടൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ CMR-നെതിരെ ഗുരുതര ആരോപണങ്ങളാണ് SFIO പറഞ്ഞിരിക്കുന്നത്. ഭീകര സംഘടനകളെ അനുകൂലിക്കുന്നവർക്ക് CMR-ൽ പണം നൽകിയതായാണ് സംശയിക്കുന്നതിനുള്ള ആരോപണങ്ങൾ. എത്തരത്തിലാണ് താങ്കളുടെ പ്രതികരണം? ഈ കേസിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്കും വീണ വിജയനും
CMRL നൽകിയ പണത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്. രണ്ടാമതിന് ഇവർ മറ്റുള്ളവർക്ക് പണം നൽകിയതിൽ ക്രമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷിക്കാമല്ലോ. പക്ഷെ ഇത് വീണ്ടും നീട്ടിവലിച്ച് കൊണ്ടുപോയി പിണറായി വിജയന് രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണോ, നരേന്ദ്രമോദി ചെയ്യുന്നതാണോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഈ ഭീകര സംഘടനകളെ അനുകൂലിക്കുന്നവർക്ക് CMR പണം നൽകിയതായി സംശയിക്കുന്ന കാര്യങ്ങൾ അത് തീർത്തും രാഷ്ട്രീയ പ്രേരിതം മാത്രമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്നാണോ പറയുന്നത്? ഞാൻ അതിനെക്കുറിച്ച് മുൻവിധിയോടുകൂടി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ വ്യക്തവും ശക്തവുമായ അന്വേഷണം നടക്കണം. അതിനുവേണ്ടി ഇത് ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായും ഇത് ഹോൾഡ് ചെയ്യേണ്ട കാര്യം ഇതിന്റെ അകത്ത് അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാം. അത്രയും നല്ലത്. ഓക്കെ, ശരി. വളരെയധികം നന്ദി ശ്രീ മാത്യു കുള്ളനാടൻ ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. VS അനുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനു, ഇത് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ എക്സാലോജിക്കിന്റെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ലല്ലോ. ആ കേസ് എന്തുകൊണ്ടാണ് ഇത്ര നീട്ടുന്നത് എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് അദ്ദേഹം ആദ്യഘട്ടം മുതൽ അദ്ദേഹം ഈ കേസിൽ വലിയ രീതിയിൽ ഈ ഇടപെട്ടിരുന്ന ഒരാളും കൂടിയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് കൂട്ടിച്ചേർക്കാൻ സാധിക്കുക VS അനു? സംഗീത, ഇപ്പോൾ മാത്യു കുഴൽനാടൻ സംഗീത സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയം വരുമ്പോൾ ആദ്യഘട്ടം മുതൽ ഒരു പക്ഷേ നിയമസഭയിൽ ആദ്യം ഉയർത്തിയത് മാത്യു കുഴൽനാടനാണ്. ഒരു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഒരു പിന്തുണ പോലും ആ ഘട്ടത്തിൽ മാത്യു കുഴൽനാടൻ ഇല്ലായിരുന്നു. കാരണം ഈ PV എന്ന ചുരുക്കെഴുത്തുണ്ട്, RC ചുരുക്കെഴുത്തുണ്ട്, അതുകൂടാതെ ലീഗിലെ ചില നേതാക്കളുമായി ബന്ധപ്പെട്ട ചുരുക്കപ്പേരുകൾ ഉണ്ട് എന്നുള്ള ആരോപണം വരുന്നു. അങ്ങനെ UDF നേതാക്കൾക്ക് അവരുടെ പേരുകൾ പോലും ഈ മാസപ്പടി പട്ടികയിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് ആ ഘട്ടത്തിൽ മാത്യു കുഴൽനാടൻ ഒരു പിന്തുണ UDF ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം തുടർച്ചയായി നിയമസഭയിൽ ഈ വിഷയം ആദ്യം സബ്മിഷനായും പിന്നീട് അടിയന്തര പ്രമേയമായിട്ടൊക്കെ കൊണ്ടുവരികയും വലിയ വിഷയമായി ഉയർത്തി വിടുകയും ചെയ്തു. ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഈ എക്സാലോജിക്കും അതുമായി ബന്ധപ്പെട്ട 12 കമ്പനികളും അവർക്ക് ഈ CMRലുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ, അവർക്ക് ഈ നൽകാത്ത സേവനത്തിന് അവർ വാങ്ങിയ പണം ഇത് അഴിമതിയാണ് എന്നുള്ള മാത്യു കുഴൽനാടൻ വാദം. അവിടെ ഈ അന്വേഷണം നടക്കുമ്പോൾ എന്തുകൊണ്ട് അതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കാതെ മറ്റു പുതിയ കാര്യങ്ങളിലേക്ക്, അതായത് CMRലിന് ഭീകരവാദ സംഘടനകൾ പണം കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് ഈ കാര്യങ്ങൾ ഈ മറ്റു തലത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകാതെ എക്സാലോജിക് വിഷയത്തിലും ഈ മാസപ്പടി വിവാദത്തിലും ഒരു അന്വേഷണം വേണം എന്നുള്ള നിലപാടാണ് മാത്യു കുഴൽനാടൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ SFIO വളരെ സമഗ്രമായ ഒരു അന്വേഷണമാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും അതിനുവേണ്ടി അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ സ്വാഭാവികമായുള്ള സമയം ഇനി അവർ കോടതിയിൽ തേടും. ആ സാവകാശം അവർക്ക് ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മകൾ T വീണ എന്നിവർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു രാഷ്ട്രീയ സ്പേസ് കൂടെ ഇനി പ്രതിപക്ഷത്തിന് ഉണ്ടാകുന്നു. പക്ഷെ അതേസമയം മാത്യു കുഴൽനാടൻ ആദ്യ ഭാഗം പറഞ്ഞതുപോലെ ഈ പിണറായി വിജയന് രാഷ്ട്രീയ ലൈഫ് നീട്ടിക്കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു, കാരണം ഇനിയും അന്വേഷണം നീളുകയും ഈ ഒരു അന്വേഷണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്ന അങ്ങനെ ഒരു BJP CPM ഡീൽ എന്ന നേരത്തെയുള്ള കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾ കൂടി അവർ ഓൺ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മാസപ്പടിയും എക്സാലോജിക്കും CMRലും ഇനി വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായ വിഷയമാകാൻ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സംഗീത. ശരി അനു, തുടരുക. ഇപ്പോൾ ശരത് ലാൽ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരത്ത്, എത്തരത്തിലായാലും ഈ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് SFIO നൽകുന്നത്. ഇക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചാൽ കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എത്തരത്തിലായിരിക്കും ഈ നടപടികൾ? ഇക്കാര്യങ്ങൾ ഒരു സ്ഥിരീകരണം അതേത് ഘട്ടം മുതൽ മനസ്സിലാക്കാൻ സാധിക്കും? സംഗീത, ഇപ്പോൾ നൽകിയിരിക്കുന്ന സത്യവാങ്ങിൽ വളരെ വ്യക്തമായ സൂചനകളുണ്ട്. കാരണം CMR നൽകിയ പണം എവിടേക്ക് പോയി, എന്തിനുപയോഗിച്ചു, ഇതാണ് SFIO അന്വേഷണത്തിന്റെ പ്രധാന കാതൽ. ഇതിൽ സത്യവാങ്ങിൽ നൽകിയ സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഈ തുക ആരൊക്കെ CMR തുക കൊടുത്തിട്ടുണ്ട്, ആ തുക ആരൊക്കെ പോയി, അതിൽ തീവ്രവാദി ബന്ധമുള്ള സംഘടനകളുണ്ട്. അതേപോലെ തന്നെ വീണയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിന് തുക കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണ് എന്നും സത്യവാങ്ങിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ നേതാവിന്റെ പേര് മാത്രം വ്യക്തമാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിൽ പിണറായി വിജയനിലേക്ക് സൂചന നൽകുന്ന കാര്യങ്ങളാണ് സത്യവാങ്ങിലുള്ളത്. ഏതായാലും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച്
കൂടുതൽ അന്വേഷണത്തിന് സമയം SFIO ആവശ്യപ്പെടും. അതിന് കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം നടത്താൻ SFIO കണ്ടെത്തിയ കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുമെന്നൊരു സൂചനയും ഇന്നത്തെ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സത്യവാങ്മൂലം തന്നെയാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ SFIO സമർപ്പിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ പൂർണ്ണരൂപങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ SFIO കണക്കിലെടുത്ത വസ്തുതകൾ എന്താണ് എന്ന കാര്യം കൂടി നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും ഈ 5 പേരിൽ അധികമുള്ള സത്യവാങ്മൂലം അനക്സർ 18 അനക്സറുമുണ്ട് എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അനക്സറിൽ ഏതൊക്കെ രേഖകളാണ് സത്യവാങ്മൂലത്തിനോട് ആരോപിക്കപ്പെട്ട വസ്തുതകളുമായി ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ രേഖകളാണ് ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. അതിൽ ഏതൊക്കെയാണ് ഏതൊക്കെ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമാണ് ഈ സ്ഥാപനം ഫണ്ട് തുക നൽകിയിരിക്കുന്നത് അനക്സർ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സംഗീത. ശരി ശരത്ത്, CMRനെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ SFIO ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഭീകര സംഘടനകളെ അനുകൂലിക്കുന്നവർക്ക് CMRൽ പണം നൽകിയതായി സംശയിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. ഡൽഹിയിൽ നിന്ന് ശരത്ലാലും തിരുവനന്തപുരത്ത് നിന്ന് VS സനുവുമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.